അങ്ങനെ കേരളത്തിലെ ടീം യു ഡി എഫിന് വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് വോട്ടർമാരെയും യു ഡി എഫ് പ്രവർത്തകരെയും കൊഞ്ഞനം കുത്തിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി തുഷാർ വെള്ളാപ്പള്ളിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോയി. അതിൻ്റെ തൊട്ടുമുമ്പ് ബിന്ദു കൃഷ്ണ ചീരകൃഷി ചെയ്യാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയി കാൽക്കൽ വീണു. ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി കാൽക്കൽ വീണത് കാക്ക മലർന്നാണോ അല്ലെങ്കിൽ നേരെ തിരിച്ചാണോ പറക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരിക്കാം എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ അവർ പോയത് ചീരകൃഷിയെക്കുറിച്ച് സംസാരിക്കാനാണ്. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ചീരകൃഷിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വശങ്ങൾ പരിശോധിക്കാനായിരിക്കാം പോയിട്ടുണ്ടാവാം. ഇല്ലാണ്ട് കാക്ക മലർന്ന് പറക്കുന്നോ അല്ലെങ്കിൽ കുമ്പിട്ടാണോ പറക്കുന്നതെന്ന് നോക്കാനല്ല എന്ന് മനസ്സിലായി. പക്ഷെ എല്ലാവരും കേരളത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് കാക്ക മലർന്ന് പറക്കുന്നുണ്ടോ എന്ന് ആകാശത്ത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ കാൽക്കൽ നോക്കിയാലെങ്കിലും മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്ന് കരുതിയാണ്. പക്ഷേ ജനങ്ങൾക്ക് തെറ്റുപറ്റി. പക്ഷേ അതിൻ്റെ പിറകെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല NDA നേതാവും ടീം യു ഡി എഫിനെ തകർക്കാൻ കഴിഞ്ഞ ഇലക്ഷനിൽ സജീവമായി ഓടി നടന്ന NDAയുടെ നേതാവ് ആയ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ പോയതിലുള്ള കാഴ്ച വളരെ ദയനീയമായിരുന്നു. ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. ഇത് കേരളത്തിലെ ടീം യു ഡി എഫിന് വേണ്ടി പണിയെടുത്ത UDF പ്രവർത്തകരോട് മാത്രം ചെയ്ത അപരാധമാണിത്. വെള്ളാപ്പള്ളി നടേശനെതിരെ വോട്ട് ചെയ്ത ജനങ്ങൾക്കെതിരെ ഉള്ള ഒരു കൊഞ്ഞനം കുത്താണിത്. രമേശ് ചെന്നിത്തല എന്തിനാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. PD സതീശനോടുള്ള പ്രതികാരമാണെന്നും എല്ലാവർക്കും അറിയാം. മാന്യമായി PD സതീശനോട് പ്രതികാരം ചെയ്യുകയാണ് ആര്? രമേശ് ചെന്നിത്തല. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോവില്ല എന്ന് പ്രഖ്യാപിച്ച PD സതീശനോടുള്ള വാശി തീർക്കാൻ വേണ്ടിയാണ് രമേശ് ചെന്നിത്തല ഒരു BJP നേതാവിൻ്റെ, BDJS നേതാവിൻ്റെ, NDA നേതാവിൻ്റെ വീട്ടിൽ പോയി സ്വീകരണം കൊടുത്തത്. സാധാരണ ഒരു മന്ത്രിയുടെ വീട്ടിൽ അല്ലെ മന്ത്രിയുടെ ഓഫീസിൽ വിവിധ കക്ഷി നേതാക്കന്മാർ വരിക സ്വാഭാവികം. പക്ഷെ അങ്ങോട്ട് പോയി സ്വീകരിക്കാൻ എന്ത് യോഗ്യതയാണ് തുഷാറിനുള്ളത്? ഒരു NDAയുടെ നേതാവ് എന്നതിലപ്പുറം എന്ത് യോഗ്യതയാണുള്ളത്? അദ്ദേഹം ഒരു ക്രിമിനൽ കേസിലെ പ്രതി കൂടിയായി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ തിട്ടൂരം NSS ആസ്ഥാനത്ത് നിന്ന് എഴുതി വാങ്ങിയിട്ടായിരിക്കാം വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തുഷാറിൻ്റെ വീട്ടിലേക്ക് രമേശ് ചെന്നിത്തല പോയിട്ടുണ്ടാവുക. പക്ഷെ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കുന്നു, ഇവിടുത്തെ CPM, കേരളത്തിലെ CPM നേതാക്കന്മാർ എക്കാലവും പറയാറുണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലയുടെ മുണ്ടിനടിയിൽ കാക്കി ട്രൗസറുണ്ടോ എന്ന് സംശയിച്ചിട്ടുണ്ടായിരുന്നവർ പലപ്പോഴും. അതിപ്പോൾ കേരളത്തിലെ CPMകാർ മാത്രമല്ല, കോൺഗ്രസ്സിലെ ആളുകൾക്ക് തന്നെ ഇപ്പോൾ സംശയം തുടങ്ങി. രമേശ് ചെന്നിത്തലയുടെ മുണ്ടിനടിയിൽ കാക്കി ട്രൗസറുണ്ടോ എന്ന് നോക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വളരെ മോശം, വളരെ മോശം. കാരണം ഇത് UDFകാരോട് ചെയ്ത, UDF പ്രവർത്തകരോട് ചെയ്ത, ടീം UDFലെ പ്രവർത്തകരോട് ചെയ്ത വലിയ അപരാധമായിട്ട് തന്നെ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇത് ആരോട് വാശി തീർത്താലും ശരി, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. രമേശ് ജി, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ഇതുകൊണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം PD സതീശനോടുള്ള പ്രതികാരം നിങ്ങളൊക്കെ തീർക്കുകയാണ്. ആ PD സതീശൻ്റെ പ്രതിച്ഛായക്കും PD സതീശൻ്റെ നിലപാടിനെയും തകർക്കുക എന്നാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങളാണ് നാണം കെടുന്നത്, നിങ്ങളാണ് ചെറുതാവുന്നത്, നിങ്ങളാണ് ഇല്ലാതെയാവുന്നത്. നിങ്ങളുടെ ചിത്രം സാധാ പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. PD സതീശൻ അവിടെയും വളരെ അധികം ജനങ്ങളുടെ ഇടയിലേക്ക് കയറിക്കൂടുകയാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. സ്വയം ചെറുതാവരുത്,
സ്വയം ചെറുതാവരുത്. വർഗീയതക്കെതിരെ അതിശക്തമായി പോരാട്ടം നേതൃത്വം കൊടുക്കുന്ന വി.ഡി. സതീശനെ ചെറുതാക്കാൻ നിങ്ങൾക്കൊട്ടും കഴിയുകയില്ല. എല്ലാവിധ പിന്തുണയും വി.ഡി. സതീശൻ്റെ ബാക്കിൽ തന്നെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ തകർക്കാനുള്ള നിങ്ങളുടെ ഈ ആസൂത്രിതമായ ഒരു ശ്രമമുണ്ടല്ലോ, അത് നടക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ പുച്ഛിച്ച് തള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.